മൂത്രചികിത്സ അസംബന്ധ ചികിത്സയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് യുക്തിവാദി അലോപ്പതി ഡോക്ടർ ഒരു വലിയ വീഡിയോ പ്രഭാഷണം നടത്തിയതിന് ഞാനൊരു മറുപടി കൊടുത്തിരുന്നല്ലോ. അതിൽ വന്നൊരു പാകപ്പിഴ യുറേക്ക എന്ന് വിളിച്ച് ആർത്തട്ടഹസിച്ചുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. കാരണം നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ അത് ആഘോഷിച്ചുകൊണ്ടായാലും അല്ലാതെയായാലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. രണ്ട് കാരണങ്ങളുണ്ട് സന്തോഷിക്കാൻ. ഒന്ന്, നമുക്ക് പറ്റിയൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നല്ലോ, തിരുത്താമല്ലോ, പഠിക്കാമല്ലോ എന്നുള്ള സന്തോഷം. രണ്ടാമത്തേത്, തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുമല്ലോ, ചൂണ്ടിക്കാണിക്കാതുള്ളതെല്ലാം ശരിയാണല്ലോ എന്നുള്ള സന്തോഷം. മലം തീറ്റിക്കുന്നവൻ, മലം തീറ്റിക്കുന്ന മനുഷ്യരെ കൊണ്ട് മലം തീറ്റിക്കുന്ന അലോപ്പതിക്കാരൻ, മലം തീറ്റിക്കുന്ന മോഡേൺ മെഡിക്കൽ സയൻസുകാരൻ അലോപ്പതി ഡോക്ടർ വിശ്വനാഥൻ അത് നിഷേധിച്ചിട്ടില്ല. അപ്പൊ നിഷേധിക്കാതെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യങ്ങളാണെന്ന് തെളിയുന്നുണ്ടല്ലോ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്. 5-10 വീഡിയോകളായി ഞാനിപ്പോൾ അദ്ദേഹത്തിന് അയക്കുന്നു, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. അതൊന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. അപ്പൊ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും, അദ്ദേഹം ഇതങ്ങോട്ട് അവഗണിക്കുകയാണ്. അല്ല എന്നിപ്പോ തെളിഞ്ഞില്ലേ. തെറ്റുള്ളത് ചൂണ്ടിക്കാണിച്ചു, ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായത് കൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് എന്ന് തെളിഞ്ഞില്ലേ. സന്തോഷിക്കാൻ നല്ല ന്യായമല്ലേ. മനുഷ്യരെ കൊണ്ട് ശവം തീറ്റിക്കുന്നവൻ, മൂത്രം കുടിക്കുന്നവനെ നോക്കി പരിഹസിക്കുന്നതും ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അതും തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി മൂത്രം കുടിയെക്കുറിച്ച് തന്നെ, മൂത്രം കുടിക്കുന്നവരെ അപഹസിച്ച് ആക്ഷേപിച്ച് പരിഹസിച്ച് സംസാരിക്കുന്ന ഈ ഡോക്ടറോട് നിങ്ങളുടെ പല മരുന്നുകളും മൂത്രത്തിൽ നിന്നുണ്ടാക്കുന്നവയുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാകട്ടെ ബസ് സ്റ്റാൻഡിൽ നിന്നും സിനിമാ തിയേറ്ററിൽ നിന്നും ഒക്കെ എടുക്കുന്ന സിഫിലിസ് ബാധിച്ചവന്റെയും ഗൊണോറിയ ബാധിച്ചവന്റെയും കള്ളുകുടിയന്റെയും ഒക്കെ നാറുന്ന മൂത്രത്തിൽ നിന്ന് എടുക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിച്ചിരുന്നു. അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് എതിരഭിപ്രായമില്ല. അതൊക്കെ ശരിയാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ച ഒരു ഭാഗം എടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഹാലിളകിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഹാലിളകിയിട്ടുള്ളത്. മൂത്രത്തിൽ നിന്ന് അലോപ്പതി മരുന്ന് ഉണ്ട് എന്ന് അപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നു. പിന്നെ എന്തിനാണ് ഡോക്ടറെ നിങ്ങൾ ഈ ബാക്കിയുള്ളവനെ, ഓരമില്ലാത്തവൻ വിരലില്ലാത്തവനെ പരിഹസിക്കാൻ നടക്കുന്നത്? മെനോപോസ് ആയിരിക്കുന്ന സ്ത്രീകളുടെ മൂത്രത്തിൽ നിന്നാണ് മരുന്നുണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞാനത് ഉദ്ധരിച്ചപ്പോ ഗർഭം ധരിച്ച സ്ത്രീകളുടെ മൂത്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞു എന്നായിപ്പോയി എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് ഇവരെല്ലാം കൂടെ ആർപ്പ് വിളിച്ച് തുള്ളിക്കൊണ്ട് ആഘോഷിക്കുന്നത്. പരമദയനീയം, സഹതാപാർഹം. ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഒരു നമ്പൂരി തിരുമേനി കാലത്തെ തന്നെ വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി ഇല്ലത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് വഴിയെ നടക്കുമ്പോ എതിരെ വരുന്നു ഒരു നായര്, ഒറ്റ നായര്. തിരുമേനിക്ക് ദേഷ്യ വന്നു, നല്ല ചീത്തയാ അങ്ങോട്ട് പറഞ്ഞു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി നടക്കുമ്പോ ദുശകനായിട്ട് ഒറ്റ നായര്. അങ്ങനെ തിരുമേനി പോയി. വൈകുന്നേരം ഇരുട്ടുന്ന നേരത്താ തിരിച്ചു വരണേ. അപ്പോഴുണ്ട് നമ്മുടെ നായര് അവിടെ തന്നെ നിൽക്കുക. നമ്പൂരി അടുത്തെത്തിയപ്പോ നായര് വന്ന് ചോദിച്ചു, തിരുമേനിയെ പോയ കാര്യം നടന്നോ ആവോ? തിരുമേനിക്ക് കണക്കറ്റ ദേഷ്യം വീണ്ടും അങ്ങോട്ട് വന്നു. എങ്ങനെയാ നടക്കുക? കണി കണ്ടുപോയത് നിന്നെ അല്ലേ? ഒറ്റ നായരെ കണി കണ്ടുപോയാൽ
കാര്യമൊന്നും നടക്കില്ല എന്ന് നിനക്കറിയില്ലേ? നായര് പറഞ്ഞു, ഹാവൂ, ആശ്വാസായി. തിരുമേനിക്ക് മനസ്സിലായില്ല. എന്താ ആശ്വാസമായെന്നാ നീ പറയണേ? എന്റെ കാര്യമൊക്കെ മുടക്കിയിട്ട്? അല്ല, ഞാൻ നായര് തന്നെയാണെന്ന് ഉറപ്പായല്ലോ. ഇതേ സന്തോഷമാ തിരുമേനിയെ എനിക്കുള്ളേ. 5-10 വീഡിയോകളായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റു വന്നപ്പോ ഡോക്ടർ ചാടി പറഞ്ഞില്ലേ? അത് കണ്ട് ഉടനെ തന്നെ എന്നെ ആക്ഷേപിച്ചില്ലേ? അപ്പൊ എനിക്ക് സന്തോഷമാ. കാരണം ഞാൻ ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് അങ്ങോട്ട് സമ്മതിക്കുകയല്ലേ. തെറ്റുവല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ഉടനെ പറയില്ലായിരുന്നോ യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞ്? ഇതേപോലെ തുണിയില്ലാണ്ട് ഓടുകയായിരുന്നില്ലേ? അപ്പൊ വളരെ നന്ദിയുണ്ട് ഡോക്ടറെ. മെനോപോസ് എന്ന് പറഞ്ഞാൽ അത് ഗർഭമല്ല, അത് ആർത്തവ വിരാമമാണ് എന്നുള്ള കാര്യം അറിയാത്തൊരു പമ്പര വിഡ്ഢിയാണ് ഞാനെന്നൊക്കെ തുടങ്ങി നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടെ ആക്ഷേപിക്കുന്നത് നടക്കട്ടെ നടക്കട്ടെ. അതുകൊണ്ടെങ്കിലും അല്പം ആത്മശാന്തി കിട്ടുവെച്ചാ അതായിക്കോട്ടെ കേട്ടോ. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.